അരുൺ, ഇത് ആദ്യമായിട്ടല്ല പി.സിക്ക് നേരെ കൂരമ്പുകൾ ഉയരുന്നത്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ നിരവധി തവണ പി.സി അറസ്റ്റിലേക്ക് വരെ നാടകീയമായ നീക്കങ്ങൾ അടക്കം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴും ആ പ്രീണന നീക്കം തന്നെയാണ് സർക്കാരും പോലീസും നടത്തുന്നത്. അല്ലെങ്കിൽ സമാധാനപരമായി ഇന്ന് പോലീസ് സ്റ്റേഷൻ ഹാജരാകും എന്ന് അറിയിച്ചിട്ട് പോലും ഇത്രയും അധികം വലിയൊരു സന്നാഹം ഈരാറ്റുപേട്ടയിലെ പി.സിയുടെ വീട്ടിൽ എത്തേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് തന്നെയല്ലേ പറയേണ്ടത്? തീർച്ചയായും എന്തായാലും BJP നേതാക്കളടക്കമുള്ള ആളുകൾ ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം BJP നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ട്. അവർ മുന്നോട്ട് വെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സമാനമായ തെറ്റുകൾ ചെയ്ത ആളുകൾക്കൊക്കെ ഇല്ലാത്ത ഒരു നീതി അതുതന്നെയാണ് ഇവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത്. എന്തായാലും BJP നേതാക്കൾ തന്നെയുണ്ട്. എന്തായാലും മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യങ്ങൾ, അതായത് ഇപ്പം പോലീസ് പ്രകടനമടക്കം നടത്താൻ സമ്മതിക്കില്ല, അതിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. അങ്ങനെ ഒരു നിയന്ത്രണമില്ല. PC ജോർജിനെ ഞങ്ങൾ ഹാജരാക്കും. തുടർന്ന് നേതാക്കന്മാർ അദ്ദേഹത്തെ അനുഗമിക്കും. അത് പാർട്ടിയുടെ തീരുമാനമാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസ്ഥാന നേതൃത്വം നമുക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ അതിൻ്റെ വഴിയെ നടക്കും. എന്താണ് ഒന്ന് അദ്ദേഹത്തെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നതാണ് ഇവിടുത്തെ വിഷയം. നമ്മൾ പല വിഷയങ്ങളും കേരളത്തിലുണ്ടായിട്ട് പോലും അതൊന്നും അഡ്രസ്സ് ചെയ്യാതെ, അവർക്കൊന്നും എതിരെ നടപടിയെടുക്കാതെ PC ജോർജിനെ മാത്രം കോർണർ ചെയ്യപ്പെടുന്ന പിണറായി പോലീസിൻ്റെ നടപടിക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകും. നമ്മൾ ഇവിടെ ആളെ കൂട്ടി വലിയ പ്രതിഷേധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല, പക്ഷേ അതിനൊരു പിന്തുണ കൊടുക്കണമല്ലോ. അത് നമ്മുടെ കോട്ടയം ജില്ലയുടെ കേരളത്തിലെ പ്രമുഖനായിട്ടുള്ള നേതാവാണ്. അദ്ദേഹത്തിന് വേണ്ട പിന്തുണ കൊടുക്കാൻ വേണ്ടിയിട്ട് പാർട്ടിയുടെ നേതാക്കന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. പോലീസ് ഇവിടെ വന്നിട്ട് ഷോ ഓഫ് കാണിക്കുകയാണ്. അവർ വന്ന് കയറി വീടിൻ്റെ പരിസരത്തൂടെ പരിശോധിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവരൊരു ഷോ ഓഫ് കാണിക്കാൻ ഒരു ശ്രമം മാത്രമാണ് ഇവരുടെ ഭാഗത്ത് നടക്കുന്നത്, പോലീസിൻ്റെ ഭാഗത്ത് നടക്കുന്നത്. തീർച്ചയായും അതുതന്നെയാണ്. പോലീസ് അല്പസമയം മുൻപാണ് ഈരാറ്റുപേട്ട പോലീസ് ഇവിടേക്ക് എത്തുകയും അതോടൊപ്പം തന്നെ കർശനമായ ഒരു നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഒരുക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ പോവുകയും ചെയ്തിരിക്കുക. എന്തായാലും അത്തരത്തിലുള്ള തീരുമാനങ്ങളൊന്നും അംഗീകരിക്കാനാകില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇവർ മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുക. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഈ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നാൽ ലിജിൻ ലാൽ തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. എന്തായാലും ഒരു പോലീസ് വരുന്നു, കൂടുതൽ നിയന്ത്രണങ്ങൾ പറയുന്നു. എന്തായാലും എങ്ങനെയാണ് BJPയുടെ ഒരു നിലപാട്? എങ്ങനെയാണ് BJPക്ക് പ്രത്യേകിച്ച് BJPയുടെ നിലപാട് ഇതിൻ്റെ അകത്ത് PC ജോർജ് ഇന്ന് ഹാജരാകുന്നു. PC ജോർജിന് പിന്തുണ. കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ മുഴുവൻ വന്ന വാർത്ത PC ജോർജിന് പിന്തുണയില്ല എന്നാണ്. PC ജോർജ് BJPയിൽ ചേർന്ന അന്ന് മുതൽ PC ജോർജ് BJPയുടെ ഭാഗമാണ്. PC ജോർജിൻ്റെ വിഷയത്തിൽ PC ജോർജിന് പൂർണ്ണ പിന്തുണ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ട്. ആ പിന്തുണയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തകരിവിടെ വന്നിരിക്കുന്നത്. മറ്റ് യാതൊരു കാര്യങ്ങളും ഇപ്പം ഇത് ഇന്ന് ഹാജരാകും, രാവിലെ 10 മണിക്ക് ഹാജരാകുമെന്ന് പറഞ്ഞുകൊണ്ട് PC ജോർജ് തന്നെ DYSPക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം രാവിലെ 10 മണിക്ക് ഹാജരാകും. അദ്ദേഹത്തിൻ്റെ പിന്തുണയാണ് ഈ കാണുന്നത്. BJPയുടെ ജില്ലയുടെ നേതാക്കന്മാരുണ്ട്, സംസ്ഥാന നേതാക്കന്മാരുണ്ട്, മണ്ഡലത്തിനുണ്ട്, ബൂത്തിലെ പ്രവർത്തകർ ഉൾപ്പെടെ ഇവിടെ വന്നിട്ടുണ്ട്. അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു നേതാവിന് അദ്ദേഹത്തിന് ഒരു ക്രൈസിസ് വരുന്ന സമയത്ത് അദ്ദേഹത്തിനൊപ്പം പാർട്ടി ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിട്ട് കണ്ടാൽ മതി തന്നെ, മറ്റൊന്നുമില്ല അതിനകത്ത്. പോലീസ് പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? അല്ല, പോലീസ് പറയുന്ന പോലെ അല്ലല്ലോ നമ്മളിത്. പോലീസ് പലതും പറയും. അവരവരുടെ ഭാഗത്തുനിന്ന് പോലീസ് PC ജോർജിനും BJPക്ക് ഒരു നീതി, ബാക്കിയുള്ളവർക്കൊക്കെ വേറൊരു നീതി എന്നുള്ള പോലീസിൻ്റെ നയമാണ്. അതുകൊണ്ട് പോലീസിനെ നോക്കിയിട്ടല്ല നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവരെന്തും പറയട്ടെ, പാർട്ടി ഇതിൻ്റെ അകത്തൊരു നിലപാട് എടുത്തിട്ടുണ്ട്. പാർട്ടിക്ക് ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനമനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകും. തീർച്ചയായും BJPയുടെ സംസ്ഥാന നേതാക്കളടക്കം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുമുള്ള നേതാക്കളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും അവർ പറഞ്ഞ പോലെ തന്നെ PC ജോർജിന് പൂർണ്ണമായ ഒരു പിന്തുണ നൽകുക, അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായി അവർ മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കൃത്യമായി തന്നെ നിലപാടുകൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു പിന്തുണ എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. ഏതായാലും ഇനി അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ PC ജോർജ് ഇവിടേക്ക് ഹാജരാകാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. എന്തായാലും അല്പസമയങ്ങളിൽ തന്നെ അദ്ദേഹം ഈരാറ്റുപേട്ടയിലേക്ക് ഈ വീട്ടിലേക്ക് എത്തുമെന്നാണ് പറയുന്നത്. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ 10 മണിയോടെ അദ്ദേഹം ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് അദ്ദേഹം ഇവിടെ എത്തുകയില്ല എന്നുള്ളതല്ല പ്രശ്നം. അദ്ദേഹം DYSPക്ക് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചിട്ട് എനിക്ക് അദ്ദേഹം ഒരു ജനപ്രതിനിധിയായിരുന്നു, അങ്ങനെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളല്ല. അത് അതിനകത്തൊരു ഇത് ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അവർക്ക് പലതും പറയാം. എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാൻ പറ്റുന്ന ശേഷിയൊക്കെയുള്ള നേതാക്കന്മാരാണുള്ളത് ഭാരതീയ ജനതാ പാർട്ടി. അത് പോലീസിൻ്റെ ഭാഗത്തു നിന്നല്ല പറയേണ്ടത്. എന്തായാലും ശരി, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ പരിപാടി എന്ന് പറയുന്നത് ആരെയൊക്കെയോ സന്തോഷിപ്പിക്കാനും ആരെയൊക്കെ തൃപ്തിപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള ഒരു നാടകമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികം ഞാൻ പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിട്ടുള്ള എനിക്കൊരു 10-15ഓളം കാര്യങ്ങൾ പറയാൻ പറ്റും. ഒന്ന് ഗണപതി മിത്ത എന്ന് പറഞ്ഞത്, MV ഗോവിന്ദൻ എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം അടച്ചാക്ഷേപിച്ചത്, ഹുസൈന് ലക്ഷ്മി ദേവിയുടെ ചിത്രം വരച്ചതിന് അവാർഡ് കൊടുത്തത്, അങ്ങനെ 10 വർഷമായിട്ട് നീണ്ടു നിൽക്കുന്ന നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ തികച്ചും പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള ഒരു നിരവധി സമൂഹങ്ങളെ സ്പർദ്ധയുണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടത്തിയിട്ട് ഈ ഒരു കാര്യത്തിൽ മാത്രം പറഞ്ഞുകൊണ്ട്
ഈ ഒരു കാര്യത്തിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിനകത്ത് ചെറിയൊരു അദ്ദേഹത്തിൻ്റെ വാക്കുപിഴ അദ്ദേഹം അതിനകത്ത് നിരുപാധികം തന്നെ ആ കാര്യങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്ത ഒരു സ്ഥിതിക്ക് വീണ്ടും ഇത്തരത്തിലേക്ക് ചെയ്യുക എന്ന് പറയുന്നത് ആരെ തൃപ്തിപ്പെടുത്താനാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം എപ്പോഴാണ് ഇവിടേക്ക് എത്തുക എന്നുള്ള ഒരു കാര്യമാണ്. ഏറ്റവും അല്പസമയങ്ങൾക്ക് തന്നെ അദ്ദേഹം ഇവിടേക്ക് എത്തി, ഇവിടുന്ന് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി ഹാജരാകുമെന്നാണ് നിലവിൽ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. രജനി.